യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ റഷ്യൻ സൈന്യം നടത്തിയ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങളെന്ന് റിപ്പോർട്ടുകൾ. അടുത്തിടെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും തീവ്രമായ ആക്രമണമാണ് റഷ്യ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുതുതായി വികസിപ്പിച്ച ഒരേഷ്നിക് ഹൈപ്പർസോണിക് ബലിസ്റ്റിക് മിസൈലുകളും റഷ്യ പ്രയോഗിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മിസൈൽ പതിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കീവിലെ ലുക്യാനി വിസ്ക മെട്രോ സ്റ്റേഷന് സമീപമുള്ള ഒരു ബിസിനസ് സെന്ററും മാർക്കറ്റും പൂർണ്ണമായും തകർന്നു. മുൻപ് 6 തവണ തകർക്കപ്പെടുകയും പിന്നീട് പുനർനിർമ്മിക്കുകയും ചെയ്ത ഒരു ചെറിയ കഫേയും ഇത്തവണത്തെ ആക്രമണത്തിൽ തകർന്നു. ഏകദേശം 600 ഡ്രോണുകളും 90 മിസൈലുകളുമാണ് റഷ്യ വിക്ഷേപിച്ചതെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചില മിസൈലുകളെയും തടഞ്ഞെങ്കിലും ഇവയെ മറികടന്നെത്തി നഗരമധ്യത്തിൽ മിസൈലുകൾ പതിക്കുന്നതിന്റെ ഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരേഷ്നിക് മിസൈൽ ഭൂഗർഭ ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ളതാണ്. സാധാരണക്കാരെ ലക്ഷ്യമിട്ടാണ് റഷ്യ ഈ മാരകായുധങ്ങൾ ഉപയോഗിച്ചതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. അതേസമയം റഷ്യൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സൈനിക കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളുമാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും റഷ്യ അവകാശപ്പെട്ടു. കീവിന് പുറമെ ചെർക്കാസി, ഖാർക്കിവ്, ഒഡേസ തുടങ്ങിയ നിരവധി യുക്രൈനിയൻ പ്രദേശങ്ങളിലും റഷ്യ ആക്രമണം നടത്തി. രാത്രി മുഴുവൻ നീണ്ടുനിന്ന സ്ഫോടനങ്ങളെ തുടർന്ന് ജനങ്ങൾ മെട്രോ സ്റ്റേഷനുകളിലും ഭൂഗർഭ ഷെൽട്ടറുകളിലും അഭയം പ്രാപിച്ചു. സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ഈ നീക്കം ഭീകരവാദമാണെന്നാണ് യുക്രൈൻ വിദേശകാര്യ മന്ത്രി വിശേഷിപ്പിച്ചത്. ഒരാഴ്ച കൊണ്ട് യുദ്ധം തീർക്കാമെന്ന് കരുതി യുക്രൈനെതിരെ പോരിലിറങ്ങിയ റഷ്യ ഇപ്പോൾ ബുദ്ധിമുട്ടിലാണ് എന്ന വിലയിരുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണ വിവരങ്ങളും പുറത്തുവരുന്നത്. യുദ്ധകളത്തിലെ പ്രതിസന്ധികളും ആഭ്യന്തരമായ എതിർപ്പും കാരണം എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയാൽ മതിയെന്ന അവസ്ഥയിലാണ് റഷ്യ എന്നാണ് യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസിയുടെ വിലയിരുത്തൽ. യുക്രൈനുമായി സമാധാന ശ്രമങ്ങളിലെത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർബന്ധിതനാവുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സാമ്പത്തികവും സൈനികവും സാമൂഹികവുമായ സമ്മർദ്ദങ്ങൾക്കുള്ളിൽ പെട്ടുകിടക്കുകയാണ് പുടിനെന്നും ചർച്ചാമേശയിലേക്ക് വരാൻ അദ്ദേഹം നിർബന്ധിതനാകുമെന്നുമാണ് എസ്തോണിയയുടെ ചാരസംഘടനയുടെ വിലയിരുത്തൽ. സമയം റഷ്യയ്ക്ക് അനുകൂലമല്ലെന്നും CNN നൽകിയ അഭിമുഖത്തിൽ ചാരസംഘടനാ മേധാവി പറഞ്ഞു. മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കായിരുന്ന എസ്തോണിയ ഇപ്പോൾ നാറ്റോയുടെ നിരീക്ഷണ കേന്ദ്രമാണ്. അയൽരാജ്യമായ യുക്രൈനിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഈ ചാരസംഘടന. പൂർണ്ണ വിജയം എന്ന ലക്ഷ്യം റഷ്യ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുക്രൈനിലെ സാഹചര്യങ്ങൾ റഷ്യയ്ക്ക് എതിരാണ്. റിക്രൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സൈനികരെ റഷ്യയ്ക്ക് നഷ്ടപ്പെടുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഷ്യയ്ക്ക് ഇനിയൊരു മുന്നേറ്റം നടത്തണമെങ്കിൽ കൂടുതൽ സൈനികരെ രംഗത്തിറക്കേണ്ടി വരും. 2 ലക്ഷത്തോളം സൈനികരെയെങ്കിലും രംഗത്തിറക്കിയാലേ എന്തെങ്കിലും മുന്നേറ്റം സാധ്യമാകൂ. എന്നാൽ അത്തരമൊരു നീക്കം ആഭ്യന്തരമായി കൂടുതൽ പ്രതിസന്ധികൾ റഷ്യയ്ക്കുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. റഷ്യക്കാർക്ക് പ്രതിമാസം 15,000 മുതൽ 20,000 വരെ സൈനികരെ നഷ്ടപ്പെടുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. യുക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏപ്രിലിൽ 35,203 റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയോ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട്. യുദ്ധം തുടങ്ങി 7 മാസങ്ങൾക്ക് ശേഷം 2022 സെപ്റ്റംബറിലാണ് റിസർവ് സൈനികരുടെ വലിയ റിക്രൂട്ട്മെന്റിന് റഷ്യ ശ്രമം നടത്തിയത്. എന്നാൽ ഇത് രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വൻതോതിലാണ് പുരുഷന്മാർ നാടുവിട്ടത്. തുടർന്ന് സൈന്യത്തിൽ ചേരുന്നവർക്ക് വൻതുക ബോണസും മറ്റാനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് പ്രാദേശിക സർക്കാരുകൾ വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തിയത്. എന്നാൽ റഷ്യൻ സമ്പദ് വ്യവസ്ഥ സമ്മർദ്ദത്തിലായതോടെ ഇതിനുള്ള ശേഷി കുറഞ്ഞിരിക്കുകയാണ്. യുദ്ധച്ചെലവുകളും അന്താരാഷ്ട്ര ഉപരോധങ്ങളും റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ്സായ എണ്ണ വ്യവസായത്തിന് നേരെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങളും റഷ്യയെ കാര്യമായി തന്നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.